ഹായ് എവരിവൺ, കേരള PSC റിസർച്ച് അസിസ്റ്റന്റിന്റെ മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ലീനിയർ ഓൾജിബ്രയിലെ വെക്ടർ സ്പേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസിൽ നമ്മൾ പറഞ്ഞത് മെട്രിസസും അതിന്റെ തിയറീസും ആണ്. അപ്പോൾ അത് കമ്പാരറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മാത്തമാറ്റിക്സ് തിയറി ഓറിയന്റഡ് ആണ്. അപ്പോൾ സ്റ്റാറ്റി പഠിച്ച കുട്ടികൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാവും. എക്കണോമിക്സ്, അതായത് മാത്തമാറ്റിക്സിന്റെ തിയറി വശമില്ലാത്ത ആളുകൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയേക്കാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് വെക്ടർ സ്പേസ് എന്താണെന്ന് നോക്കാം. ശരിക്കും ലീനിയർ ഓൾജിബ്രയിനെ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് മെട്രിസസ് ആൻഡ് റിലേറ്റഡ് തിയറി, രണ്ടാമത്തതാണ് വെക്ടർ സ്പേസ്. അപ്പോൾ വെക്ടർ സ്പേസ് അറിയണമെങ്കിൽ ശരിക്കും മാത്സിന്റെ തിയറിയിൽ കുറച്ച് വേർഡ്സ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എത്രമാത്രം നമുക്കിത് പറയാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ നോക്കാം. ഈ വെക്ടർ സ്പേസിന്റെ ഡെഫിനേഷൻ ഒന്നും നമ്മളോട് എവിടെയും ചോദിക്കില്ല. ഇപ്പോൾ വെക്ടർ സ്പേസ് എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടി ഇതിന്റെ ഡെഫിനേഷൻ പറയണം എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയണത്. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി, ഒരിക്കലും നിങ്ങളിത് കാണാതെ പഠിക്കുകയോ ഒന്നും ചെയ്യേണ്ട. എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഈ ഒരു ഡെഫിനേഷൻ വളരെ ലെങ്തി ഡെഫിനേഷനാണ്, അപ്പോൾ ഇത് കണ്ട് പേടിക്കരുത്. ഓക്കെ, അപ്പോൾ പറയാം. എ വെക്ടർ സ്പേസ് ഓർ ലീനിയർ സ്പേസ് ഓർ ഫീൽഡ് എഫ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് on which two operations called addition and scalar multiplication are defined such that addition from V cross V to V and scalar multiplication from F cross V to V such that the following conditions hold. First one, V plus is an abelian group. Second one, 1 into x equal to x for every x belongs to V. Third one, AB into x equal to A into BX for every AB belongs to F for every x belongs to V. Fourth one, A into x plus y equal to AX plus AY and A plus B into x equal to AX plus BX for every AB belongs to F for every XY belongs to V. അതായത് ഇവിടെ നമുക്കിവിടെ ഞാൻ പറഞ്ഞു ആദ്യമേ, ഈ ഡെഫിനേഷൻ കണ്ട് പേടിക്കേണ്ട. മാത്തമാറ്റിക്സിന്റെ ഒരുപാട് ടേംസ് ഇതിലുണ്ട്. ഫീൽഡ് ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അബീലിയൻ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ കുറേ വേരിയബിൾസ് ആണുള്ളത്. സോ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട. എന്താണ് വെക്ടർ സ്പേസ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, വെക്ടർ സ്പേസ് അല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ വെക്ടർ സ്പേസ് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് പറയാൻ നോക്കാം. അപ്പോൾ നമുക്ക് വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വരണം? വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 4 കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്നാമത്തത്, വി എന്ന് പറയുന്ന ഒരു സെറ്റ് വേണം. ഈ സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് വെക്ടേഴ്സ്. ഓക്കെ, വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ആദ്യം വി എന്ന് പറയുന്ന ഒരു സെറ്റ് വേണം. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് ഫീൽഡാണ്. ഒരു ഫീൽഡ് വേണം. അപ്പോൾ ഫീൽഡ് എന്ന് പറയുന്ന ഒരു ടേം വളരെ വലിയൊരു കൺസെപ്റ്റാണ് മാത്സിലെ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഫീൽഡിന്റെ എല്ലാ കാര്യങ്ങളൊന്നും വേണ്ട. ഫീൽഡ് എന്താണെന്നുള്ളത് റിയൽ പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും ഉദ്ദേശിച്ചാൽ മതി. ഇവിടെ ഫീൽഡ് എന്ന് പറയുന്നത് 2 സെറ്റാണ്. ഒന്ന് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. ഇത് രണ്ടും ഫീൽഡ്സ് ആണ്. അപ്പോൾ ഈ 2 ഫീൽഡിൽ ഏതെങ്കിലും ഒരു ഫീൽഡാണ് നമ്മൾ എവിടെ ഫീൽഡായിട്ട് എടുക്കുന്നത്? വെക്ടർ സ്പേസിലെ ഫീൽഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം വേണ്ടത് അഡീഷൻ വേണം. അതായത് നമുക്ക് 2 സെറ്റുകൾ പറഞ്ഞു. ഒന്ന് സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ്, പിന്നെ എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് വേണമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടത് 2 ഓപ്പറേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷൻ ആണ്. അഡീഷൻ എങ്ങനെ അഡീഷൻ ചെയ്യണം? വി ക്രോസ് വിയിൽ നിന്ന് വിയിലോട്ട്. അതായത് നമ്മൾ ഈ വെക്ടറിന് 2 എലമെന്റ്സ് എടുത്തിട്ട് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് വെക്ടറിൽ തന്നെ എലമെന്റ് കിട്ടണം. ഓക്കെ, അഡീഷൻ ഡിഫൈൻഡ് ഫ്രം വി ക്രോസ് വി ടു വി. അതായത് വിയിലെ 2 എലമെന്റ്സ് എടുത്ത് നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ നമുക്കത് എവിടെ തന്നെ ഉണ്ടാവണം? വിയിലെ എലമെന്റ്സ് ആയിട്ട് തന്നെ റിസൾട്ടന്റ് ആയിട്ട് കിട്ടണം. ഓക്കെ, അപ്പൊ ഈ അഡീഷൻ വേണം. അതുപോലെ തന്നെ ഈ അഡീഷൻ കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഞാൻ പറഞ്ഞത് അഡീഷൻ ഓൺ വി ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് എന്നാണ്. അതായത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തപ്പോഴേ ഒരു വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ് അത് 2 ഓപ്പറേഷൻസ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് 2 ഓപ്പറേഷൻസ്? ഒന്ന് വെക്ടർ അഡീഷൻ ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ സച്ച് ദാറ്റ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ഹോൾഡ്. അപ്പൊ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എഴുതിയിരിക്കുന്നത് വി പ്ലസ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് എന്ന്. അപ്പൊ ഗ്രൂപ്പ് എന്താണെന്ന് അറിയാത്തവർ പേടിക്കണ്ട. വി പ്ലസ് എന്ന് പറയുന്ന അബീലിയൻ ഗ്രൂപ്പാണ്. അതായത് വിയില് നമ്മൾ ഈ അഡീഷൻ എന്ന് പറയുന്നത് പെർഫോം ചെയ്യുമ്പം അതൊരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതെന്താണെന്നുള്ളത് നോക്കാം. അബീലിയൻ ഗ്രൂപ്പ് എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട, ഇത്രയേ ഉള്ളൂ.
ഒന്നാമത്തെ കണ്ടീഷൻ v1 പ്ലസ് v2 രണ്ട് എലമെന്റ് എടുത്തു കേട്ടോ. ഞാൻ v1 v2 എന്ന് പറയുന്ന രണ്ട് എലമെന്റ് എവിടെ എടുത്തു? ഈ v എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് രണ്ട് എലമെന്റ് എടുത്തു. ആ രണ്ട് എലമെന്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ കിടക്കണം? വിയിൽ തന്നെ ഉണ്ടാവണം. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. ഈ അഡീഷൻ എന്ന് പറയുന്ന ആൾ ഇത് ഹോൾഡ് ചെയ്യണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ കമ്മ്യൂട്ടേറ്റീവ് ലോ ഹോൾഡ് ചെയ്യണം. അതായത് v1 പ്ലസ് v2 ചെയ്ത് കഴിഞ്ഞാലും v2 പ്ലസ് v1 ചെയ്ത് കഴിഞ്ഞാലും സെയിം ആയിട്ട് തന്നെ കിട്ടണം. മൂന്നാമത്തെ കണ്ടീഷൻ അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യണം. v1 പ്ലസ് v2 പ്ലസ് v3 ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ v1ഉം v2ഉം ആഡ് ചെയ്ത് പിന്നീട് v3 ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് രണ്ടും സെയിം ആയിട്ട് കിട്ടണം. നാലാമത്തെ കണ്ടീഷൻ ഇതിൻ്റെ ഒരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. അതായത് ഐഡന്റിറ്റി എലമെന്റ് 0 പ്ലസ് v1 ചെയ്താലും v1 പ്ലസ് 0 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് v1 തന്നെ കിട്ടണം. ഇത് അഡിറ്റീവ് ഐഡന്റിറ്റി ഹോൾഡ് ചെയ്യണം എന്ന് പറയൂ കേട്ടോ നമ്മൾ. ഇനി അഞ്ചാമത്തത് v1 പ്ലസ് മൈനസ് v1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡിറ്റീവ് ഐഡന്റിറ്റി കിട്ടണം. അതായത് v1ഉം അതിന്റെ നെഗറ്റീവും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടണം? ഐഡന്റിറ്റി എലമെന്റ്, അതായത് 0 കിട്ടണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ അഡീഷൻ ഹോൾഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ വെക്ടർ സ്പേസ് പറയാൻ 4 കാര്യങ്ങളാണ് ആവശ്യം. ഒന്നാമത് സെറ്റ് ഓഫ് വെക്ടേഴ്സ് വേണം, പിന്നെ ഒരു ഫീൽഡ് വേണം, പിന്നെ ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സിന്റെ മുകളിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു അഡീഷൻ വേണം. ആ അഡീഷൻ എന്തൊക്കെ കാര്യങ്ങൾ ഹോൾഡ് ചെയ്യണം? v1 പ്ലസ് v2 എന്ന് പറയുന്നത് എഗെയിൻ ആ v എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവണം. കമ്മ്യൂട്ടേറ്റീവ് ലോ ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ അസോസിയേറ്റീവ് ലോ ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ടാവണം. അതുപോലെ v1ന് ഒരു നെഗറ്റീവ് എലമെന്റ് മൈനസ് v1ഉം കൂടെ എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞത് 1, 2, 3 കാര്യങ്ങളല്ലേ. ഇപ്പം നാലാമത്തെ കാര്യം കൂടെ നോക്കാം. നാലാമത്തെ കാര്യം എന്താണ്? സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമ്മൾ ഡോട്ട് ഇടുക, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുക? എഫ് ക്രോസ് വിയിൽ നിന്ന് വിയിലേക്ക്. അതായത് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പക്ഷെ നമ്മൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒന്നാമത്തെ എലമെന്റ് എടുക്കേണ്ടത് എവിടെ നിന്നാണ്? ഫീൽഡിൽ നിന്ന് ഒന്നാമത്തെ എലമെന്റും രണ്ടാമത്തെ എലമെന്റ് എവിടെ നിൽക്കണം? വെക്ടറിന്റെ സെറ്റിൽ നിന്നും എടുത്തു കഴിഞ്ഞ് നമ്മളത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ കിടക്കണം? വെക്ടറിന്റെ സെറ്റിൽ കിടക്കണം. ഓക്കെ, അങ്ങനെ ഈ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്യേണ്ട കണ്ടീഷൻസ് ഇതൊക്കെയാണ്. ഒന്നാമത്തത് സി എന്ന് പറയുന്ന എഫിലെ ഒരു എലമെന്റ് ആണ് കേട്ടോ. സി എന്ന് പറയുന്ന എഫിലെ ഒരു എലമെന്റ് ആണ്. വി എന്ന് പറയുന്നത് വിയിൽ നമ്മളെ വെക്ടറിലെ ഒരു എലമെന്റ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. സി ഇൻറ്റു വി ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടാവണം? വെക്ടറിലെ ഒരു എലമെന്റ് ആയിട്ട് ഉണ്ടാവണം. സി ഇൻറ്റു വി, ആ സ്കെലാർ ഇൻറ്റു ഇവിടെ വെക്ടറിലെ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് എവിടെ കിടക്കണം? ഈ വെക്ടറിന്റെ ഉള്ളിൽ തന്നെ കിടക്കണം. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത് സി ഇൻറ്റു v1 പ്ലസ് v2 ഈക്വൽ ടു സി v1 പ്ലസ് സി v2. അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യണം. സി ഇൻറ്റു v1 പ്ലസ് v2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? സി v1 പ്ലസ് സി v2. അതായത് സി ഇൻറ്റു v1 പ്ലസ് v2 ചെയ്താലും സി v1 പ്ലസ് സി v2 ചെയ്താലും ഈക്വൽ ആവണം. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ c1 c2 v ഈക്വൽ ടു c1 c2 v വിച്ച് ഇസ് ഈക്വൽ ടു c2 c1 v. അതായത് രണ്ട് സ്കെലാർ കൊണ്ട് ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു രണ്ട് സ്കെലാർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു സ്കെലാർ വെക്ടർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഗെയിൻ ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലൊക്കെ സെയിം ആണ് കിട്ടുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നാലാമത്തെ കണ്ടീഷൻ. ഓക്കെ, നാലാമത്തെ കണ്ടീഷൻ ഇതിന്റെ കൂടെ തന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നു അല്ലെ, വിട്ടുപോയതാണ്. c1 പ്ലസ് c2 ഇൻറ്റു വി ഈക്വൽ ടു c1 v പ്ലസ് c2 v. അതായത് ഇവിടെ ഈ c1ഉം c2 എവിടെയുള്ള എലമെന്റ് ആണ്? എഫിലെ എലമെന്റ്സ് ആണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇത് വെക്ടറിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നോക്കുക നിങ്ങൾ, സ്കെലാറിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് v കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്താലും c1 v പ്ലസ് c2 v ചെയ്താലും നമുക്ക് സെയിം തന്നെയാണ് കിട്ടുക. ഇനി അഞ്ചാമത്തെ കണ്ടീഷൻ 1 ഇൻറ്റു വി ഈക്വൽ ടു വി ഇൻ വി, ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു 1. അതായത് 1 എന്ന് പറയുന്നത് സ്കെലാറാണ്. റിയൽ നമ്പറിൽ നമ്മൾ 1 പറയില്ലേ, ആ 1 ഇൻറ്റു വി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ തന്നെ കിട്ടണം? വി തന്നെ കിട്ടണം. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഇത് വി എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ് ആണ് എന്ന് പറയാം.
അപ്പോൾ ഒന്നും കൂടെ പറയാൻ ഞാൻ, നമുക്ക് വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ 4 കണ്ടീഷൻ അല്ല 4 കാര്യങ്ങൾ നമുക്ക് വേണം. ഒന്നാമത്തത് ഒരു വെക്ടറിന്റെ ഒരു സെറ്റ് വേണം, അതിനെ ഞാൻ V എന്ന് എടുത്തു. ഒരു ഫീൽഡ് വേണം, നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫീൽഡ് R or C ആണ്. പിന്നെ നമുക്ക് വേണ്ടത് വെക്ടർ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ആണ്. വെക്ടർ അഡീഷൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ ഹോൾഡ് ചെയ്യണം. എന്തൊക്കെയാണ്? V1 + V2 ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന ആൻസർ എവിടെ തന്നെ ഉണ്ടാവണം? വിയിൽ തന്നെ ഉണ്ടാവണം. കമ്മ്യൂട്ടേറ്റീവ് ലോ ഹോൾഡ് ചെയ്യണം, അസോസിയേറ്റീവ് ലോ ഹോൾഡ് ചെയ്യണം, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവണം, നെഗറ്റീവ് ഓഫ് ദ വെക്ടറും എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ ഹോൾഡ് ചെയ്യണം. ഒന്നാമത്തെ C × V ചെയ്ത് കഴിഞ്ഞാൽ അത് വെക്ടറിൽ തന്നെ ഉണ്ടാവണം, വെക്ടർ എന്ന് പറഞ്ഞ സെറ്റിൽ തന്നെ ഉണ്ടാവണം. C × V1 + V2 ചെയ്ത് കഴിഞ്ഞാൽ CV1 + CV2 ആണ്, ഇങ്ങനെ കിട്ടണം. അതുപോലെ തന്നെ C1 + C2 × V ചെയ്ത് കഴിഞ്ഞാൽ C1V + C2V കിട്ടണം. അതുപോലെ C1 × C2 × V = C1 C2 × V, C2 × C1V. ഇത് ശരിയായിരിക്കണം. പിന്നെ ഏറ്റവും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. 1 × V = V ആയിരിക്കണം. അതുപോലെ V × 1, ഇതെല്ലാം സെയിം ആയിട്ട് കിട്ടണം. 1 × V ചെയ്താൽ V തന്നെ കിട്ടണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം V എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ് ഓവർ ദ ഫീൽഡ് F. അങ്ങനെയാണ് നമ്മൾ പറയാം. വെക്ടർ സ്പേസ് പറയുമ്പോൾ വാലിൽ ആരും ഉണ്ടാവും, ഫീൽഡും കൂടി ഉണ്ടാവും. വെക്ടർ സ്പേസ് ഓവർ R, വെക്ടർ സ്പേസ് ഓവർ C, വെക്ടർ സ്പേസ് ഓവർ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F ഈസ് R or C ആണ്. അപ്പോൾ വെക്ടർ സ്പേസ് ഓവർ F എന്നാണ് എപ്പോഴും പറയുക നമ്മൾ. ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയാം കേട്ടോ ഞാൻ. നമ്മൾ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടല്ലോ, നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 0 ഇല്ല അല്ലെ, കൗണ്ടിങ് നമ്പേഴ്സ്, നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ് 1 2 3 4 5 എന്ന് പറഞ്ഞെടുത്തു കേട്ടോ. ഞാൻ എടുക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് R ആണ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു വെക്ടർ സ്പേസ് ആവോ ഇല്ലയോ നോക്കാം. നമ്മൾ എഴുതുന്നത് N/F ഈസ് എ വെക്ടർ സ്പേസ് ഓർ നോട്ട്, അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഇതൊരു വെക്ടർ സ്പേസ് ആവോ ഇല്ലയോ നോക്കാം. വെക്ടർ സ്പേസ് ആവണമെങ്കിൽ നമുക്ക് അവിടെ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്യാൻ പറ്റണം എന്നേ ഉള്ളൂ. അത് നമുക്കിവിടെ അഡീഷൻ, സാധാരണ അഡീഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ അഡീഷന്റെ ഓരോ കണ്ടീഷൻ, നമുക്കിപ്പം 1 + 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാം? 3 കിട്ടും അല്ലെ. അതുപോലെ ഏത് 2 നാച്ചുറൽ നമ്പർ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും എഗെയിൻ നമുക്കൊരു നാച്ചുറൽ നമ്പറാണ് കിട്ടുക. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ? കമ്മ്യൂട്ടേറ്റീവ് ലോ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് 1 + 2 ചെയ്ത് കഴിഞ്ഞാലും 2 + 1 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെ കിട്ടും? 1 + 2 ചെയ്താലും 2 + 1 ചെയ്താലും ശരിയായിട്ട് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ കമ്മ്യൂട്ടേറ്റീവ് ലോയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഏത് എലമെന്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്താലും സെയിം അല്ലേ കിട്ടുക. പിന്നെ 1 + 2 + 3 ചെയ്താലും അതുപോലെ തന്നെ 1 + 2 + 3 ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? 6 തന്നെയാണ് കിട്ടുക. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്താ? അഡിക്റ്റീവ് ഐഡന്റിറ്റി വേണമെന്ന്. അതായത് 1 + 0 = 0 ആവണം. ഈ 0 എവിടെ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്? നമ്മളുടെ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സിൽ ഉണ്ടാവണം എന്നാ പറയുന്നത്. അപ്പൊ ഈ 0 എന്ന് പറയുന്ന ആള് ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ എലമെന്റ്സിൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ 0 ഇവിടെ ഇല്ല. അപ്പൊ ഈ 0 ഇവിടെ ഇടാൻ നമുക്ക് പെർമിഷൻ പോലും ഇല്ല അല്ലെ. അപ്പോൾ എന്ത് പറയാൻ പറ്റില്ല? N എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് R. അവിടെ ആരില്ല, ഐഡന്റിറ്റി എലമെന്റ് ഇല്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അവിടെ നമുക്ക് വെക്ടർ സ്പേസ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഐഡന്റിറ്റി എലമെന്റ് ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ വെക്ടർ സ്പേസ്. വെക്ടർ സ്പേസ് അല്ല എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ കിട്ടിയില്ലേ? ഓക്കെ. ഇനി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഞാൻ V എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എടുത്തു. ഇനി F എന്ന് പറയുന്നതും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എടുത്തു. അങ്ങനെയാണ് ഈ കണ്ടീഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യില്ലേ? നിങ്ങൾ നോക്കുക. ഇവിടെ V1 + V2 ചെയ്ത് കഴിഞ്ഞാൽ 2 റിയൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് റിയൽ നമ്പർ ആണ് കിട്ടുക. 2 റിയൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ടും മറിച്ചിട്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. അസോസിയേറ്റിവിറ്റി ലോ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 0 എന്ന് പറയുന്നത് റിയൽ നമ്പറിലുള്ള ഒരു നമ്പർ ആണ് അല്ലെ. ഇപ്പൊ 0 + ഏതൊരു റിയൽ നമ്പർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ റിയൽ നമ്പർ 0 + 2.5 കഴിഞ്ഞാൽ 2.5 തന്നെയാണ് കിട്ടുക. അതുപോലെ V1 + -V1, അതായത് 2 + -2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. 3 + -3 ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. -3 + -3 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 0 കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് V+, ഇതൊരു അബീലിയൻ ഗ്രൂപ്പ് ആണെന്നുള്ളത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കുക നിങ്ങൾ. ഇനി ഞാൻ 6ഉം പിന്നെ ഒരു 6ലെ എലമെന്റ് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടില്ലേ? ഈ കണ്ടീഷൻസും അതുപോലെ എല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ സെപ്പറേറ്റ് നോക്കണമെന്നില്ല കേട്ടോ. ഇനി ഇല്ലാത്തത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് എപ്പോഴും പറയുക. അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുക, ഐഡന്റിറ്റി എലമെന്റ് അവിടെ ഉണ്ടോ നോക്കുക. പിന്നെ ഈ ലാസ്റ്റ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വെക്ടർ സ്പേസ് ആണോ അല്ലയോ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വെക്ടർ സ്പേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്കിതിന്.
പിന്നെ സ്കെലാർ ഈസ് ആൻ എലമെന്റ് ഫ്രം ദ ഫീൽഡ് അല്ലെ. നമ്മൾ സ്കെലാർ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഫീൽഡിലെ എലമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. വെക്ടർ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വി എന്ന് പറയുന്ന വെക്ടറിലെ സെറ്റിൽ നിന്ന് നമ്മൾ ഒരു എലമെന്റ് എടുക്കുന്നതിനെയാണ് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എഫ് പവർ എൻ ഈസ് എ വെക്ടർ സ്പേസ് അണ്ടർ ദ ഓപ്പറേഷൻ x1 x2 എക്സെട്രാ അപ് ടു xn പ്ലസ് y1 y2 എക്സെട്രാ അപ് ടു yn ദാറ്റ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് y1 x2 പ്ലസ് y2 എക്സെട്രാ xn പ്ലസ് yn. അതായത് നമ്മളിവിടെ പറയുന്നത് അത് കണ്ടുപിടിക്കേണ്ട കേട്ടോ, അത് സിമ്പിൾ സാധനമാണ്. എഫ് എൻ ഈസ് എ വെക്ടർ സ്പേസ് അണ്ടർ ദ ഓപ്പറേഷൻ കമ്പണന്റ് വൈസ് അഡീഷൻ, അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഇതിനെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. നിങ്ങൾ R2 എന്ന് കേട്ടിട്ടില്ലേ? R2 അതായത് പ്ലെയിൻ R2 കേട്ടിട്ടില്ലേ? R ക്രോസ് R എന്ന് അത്രയും പറഞ്ഞാൽ മതി. എഫ് പവർ എൻ, എഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു R ഓർ C ആണെന്ന്. അപ്പം ഞാനിവിടെ എഫ് പവർ എൻ എന്ന് പറയുന്നതിൽ എൻ എന്ന് പറയുന്നത് 2 എടുക്കുന്നു, n is equal to 2 എടുക്കുന്നു, എഫ് എന്ന് പറഞ്ഞാൽ 6 എടുക്കുന്നു. സോ ഇതെന്തായി? R2 ആയി. R2 എലമെന്റ്സിനെ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ കോമ ബി ബിലോങ്സ് ടു R അല്ലെ. നമ്മൾ ഓർഡേർഡ് പെയേഴ്സ് ആയിട്ടാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഇതിൽ അഡീഷൻ എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുക? ഇപ്പോൾ 1 2 എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ, അതുപോലെ തന്നെ 2 3 എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് ഉണ്ട്. ഇതിന്റെ അഡീഷൻ എങ്ങനെയാണ് ചെയ്യുക? 1 + 2 രണ്ടും കൂടെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേറ്റ് വൈസ് ആഡ് ചെയ്യുക, കമ്പോണന്റ് വൈസ് ആഡ് ചെയ്യുക. 1ഉം ഇതിന്റെ ഫസ്റ്റ് കമ്പോണന്റ് 1 + 2, 2 + 3 അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 3 5 എന്ന ആൻസർ കിട്ടും. അതുപോലെ നമ്മൾ സ്കെലാർ R എടുത്തു കഴിഞ്ഞാൽ R ഒരു എലമെന്റ് എടുത്തു 2 എന്ന് പറഞ്ഞിട്ട് 2 ബിലോങ്സ് ടു R, ഇതാണ് എഫ് കേട്ടോ, എഫിൽ R. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ 2 × 1 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 2 × 2, 4. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. n എന്ന് പറഞ്ഞാൽ നമുക്ക് n കമ്പോണൻസ് ഉണ്ടാവും. 2 എടുത്തപ്പോൾ 2 അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ n എടുത്തപ്പോൾ എത്ര ഉണ്ടാവും? n കമ്പോണൻസ് ഉണ്ടാവും. x1 x2 എക്സെട്രാ xn പ്ലസ് y1 y2 എക്സെട്രാ yn. അപ്പോൾ നമ്മൾ ഈ കമ്പോണന്റ് വൈസ് ഇതിന്റെ ഫസ്റ്റ് കമ്പോണന്റും ഇതിന്റെ ഫസ്റ്റ് കമ്പോണന്റും ആഡ് ചെയ്യുക, അതുപോലെ ഇതിന്റെ സെക്കൻഡ് കമ്പോണന്റും ആഡ് ചെയ്യുക. അങ്ങനെയാണ് ഇതിന്റെ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ a × x1 x2 എക്സെട്രാ xn, ax1 ax2 എക്സെട്രാ axn. ഇത് എപ്പോഴും എന്തായിരിക്കും? ഇതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും അണ്ടർ ദ ഓപ്പറേഷൻ. അപ്പൊ നിങ്ങളോട് ചോദിക്കും R2 ഒരു വെക്ടർ സ്പേസ് ആണോ എന്ന് ചോദിക്കും. R2 ഒരു വെക്ടർ സ്പേസ് ആണ്, കാരണം R എന്ന് പറയുന്ന ഫീൽഡാണ്, 2 എന്ന് പറയുന്ന n പകരം വരുന്ന നമ്പറാണ്. ഇനി നിങ്ങളോട് ചോദിക്കും R3 ഒരു വെക്ടർ സ്പേസ് ആണോ, Rn ഒരു വെക്ടർ സ്പേസ് ആണോ, C2 ഒരു വെക്ടർ സ്പേസ് ആണോ, Cn ഒരു വെക്ടർ സ്പേസ് ആണോ, C3 ഒരു വെക്ടർ സ്പേസ് ആണോ. ഇപ്പൊ എഫ് എന്ന് പറഞ്ഞ ഫീൽഡാണ്, ഈ ഫീൽഡ് വരുന്ന എല്ലാം എന്തായിരിക്കും? ഒരു വെക്ടർ സ്പേസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് ഓവർ എഫ്. ഈ ലോകത്തിലെ എല്ലാ പോളിനോമിയൽസിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. പോളിനോമിയൽസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. പോളിനോമിയൽസ് എന്താണ്? പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഒക്കെ കേട്ടിട്ടില്ലേ? എന്താ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ? ax + bനെയാണ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് ഇങ്ങനെ എഴുതാം കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ. a1x + a0. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്താ? നമുക്ക് ഇങ്ങനെ എഴുതാം a2x² + a1x + a0. ഇനി തേർഡ് ഡിഗ്രി പോളിനോമിയലോ a3x³ അതായത് നമ്മളിത് പഠിച്ചിട്ടുണ്ടല്ലേ, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന സാധനമാണ്, പ്ലസ് a1x + a0. അപ്പോൾ ഇങ്ങനെയുള്ള പോളിനോമിയൽസിന്റെ എല്ലാ കളക്ഷനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കളക്ഷൻ എന്ന് പറയുന്ന ആ സെറ്റ് ഉണ്ടല്ലോ, അതൊരു വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ് ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയാം. 3x² + 2x. ഇനി 3x³ + 2x + 3. ഇങ്ങനെയൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയാം. ഓക്കെ, കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് ഓവർ ദ ഫീൽഡ് എഫ് ഒരു വെക്ടർ സ്പേസ് ആണ്. നെക്സ്റ്റ് കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫോംസ് എ വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ്. അതായത് ഇവിടെ പറയുന്നത് n എന്ന് പറയുന്ന ഡിഗ്രിയേക്കാളും n എന്ന് പറയുന്ന നമ്പറിനേക്കാളും ഈക്വലോ കുറവോ ആയിട്ട് ഡിഗ്രി വരുന്ന പോളിനോമിയൽസിന്റെ കളക്ഷൻ എല്ലാം ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നു. അതായത് ഞാൻ n എന്ന് പറയുന്നത് 3 എടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ തേർഡ് ഡിഗ്രി പോളിനോമിയലും അതിന് താഴെ വരുന്നതും എല്ലാം കൺസിഡർ ചെയ്യാം. തേർഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരിക? ax³ + ax² അല്ല a0 a1. ഈ a0 a1 ഒക്കെ കോൺസ്റ്റൻസ് ആണ് കേട്ടോ, നമ്പേഴ്സ് ആണ്. a0 a1x² + a2x + a3 അല്ലെ.
ഇങ്ങനെ എഴുതുന്ന ഈ പോളിനോമിയലിന്റെ കളക്ഷൻ എല്ലാം ഈ നോട്ട് A0 A1 A2 A3 ഏത് നമ്പർ വേണമെങ്കിലും ആവാം. അങ്ങനെ ആവുമ്പോൾ ഇഷ്ടംപോലെ നമ്പറിന്റെ കോമ്പിനേഷൻ നമുക്ക് കിട്ടില്ലേ? അതിനെ എല്ലാത്തിനെയും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്ത് പറയാം? അതൊരു വെക്ടർ സ്പേസ് ആണെന്ന്. അപ്പൊ തൊട്ട് മുമ്പിൽ നിന്ന് ഇതിൽ നിന്ന് വ്യത്യാസം എന്താ? ഇതിലിപ്പോൾ നോക്കുക നിങ്ങൾ, ഇതിലിപ്പം nth ഡിഗ്രി 100th ഡിഗ്രി പോളിനോമിയൽ വരാം, 1000th ഡിഗ്രി പോളിനോമിയൽ വരാം. കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് ആണ്. പക്ഷെ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിട്ടുള്ള പോളിനോമിയൽ മാത്രം. അപ്പൊ ഇവിടെ ഞാൻ 3 ആണ് എടുത്തെങ്കിൽ 3 ഡിഗ്രി വരുന്നതോ അതിൽ കുറവോ ആയിട്ടുള്ള പോളിനോമിയൽ. അപ്പൊ 4th ഡിഗ്രി ഇതിൽ വരില്ല. മനസ്സിലായോ? അപ്പൊ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, Pn/f. സെറ്റ് ഓഫ് ഓൾ, അതായത് ഇത് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ദ ഫീൽഡ് f. Collection of all polynomials whose degree less than or equal to n forms a vector space of the field f. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിന് എക്സാമ്പിൾ ഇങ്ങനെയൊക്കെ പറയാം നമുക്ക്. x³ + 1, x² x + 1 2 x³ + x² + 1. ഇങ്ങനെ എത്ര പോളിനോമിയൽസ് ഉണ്ടോ അതെല്ലാം എന്താണ്? ഈ x² മാത്രം ഞാൻ എഴുതി. ഇങ്ങനെ എല്ലാ പോളിനോമിയൽസിനെയൊക്കെ കളക്ട് ചെയ്ത് എഴുതിയ എല്ലാ പോളിനോമിയൽസും കൂടെ നമുക്ക് എന്ത് കിട്ടും? ഇതൊക്കെ ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് കേട്ടോ വരിക. ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് എ വെക്ടർ സ്പേസ്. ഓക്കെ, ഈ x² മാത്രം എഴുതിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ പോളിനോമിയൽസിന്റെ ഡിഗ്രി 3നേക്കാളും കുറവാവാം. അപ്പൊ x² is itself a polynomial. അതുകൊണ്ട് നെക്സ്റ്റ്, കളക്ഷൻ ഓഫ് ഓൾ m/n മെട്രിക്സസ് ഫോം എ വെക്ടർ സ്പേസ് ഓഫ് ദ ഫീൽഡ് f. അപ്പൊ ഞാനൊരു മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. ആ മെട്രിക്സ് m/n ഓർഡറിലുള്ള എല്ലാ മെട്രിക്സും നമ്മൾ എഴുതുക. m/n ഓർഡറിലുള്ള എല്ലാ മെട്രിക്സിന്റെയും കളക്ഷൻ എടുക്കുക. m/n ഏത് നമ്പർ ആയിക്കോട്ടെ, 2/3 ഓർഡറിലുള്ള മെട്രിക്സിന്റെ കളക്ഷൻ എടുക്കുക. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ മെട്രിക്സസ് എഴുതാൻ പറ്റൂലേ? അപ്പൊ എന്തായിരിക്കും? അതൊക്കെ വെക്ടർ സ്പേസ് ഓഫ് ദ ഫീൽഡ് f ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് എ വെക്ടർ സ്പേസ് ഓഫ് ദ ഫീൽഡ് f. ഇത് എന്തുകൊണ്ടാണെന്നറിയോ ഇതിനെയൊക്കെ വെക്ടർ സ്പേസ് ആണെന്ന് പറയുന്നത്? ഇതിൽ നമുക്കൊരു അഡീഷനും ഒരു സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും പറയാൻ പറ്റും. അത് ആ പ്രോപ്പർട്ടീസ് എല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പ്രൂവൺ ആണ് കേട്ടോ. ഇതൊക്കെ പറയാൻ തന്നാൽ ഒരുപാട് സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. ഇവിടെ ഇപ്പം ഐഡന്റിറ്റി ആയിട്ട് വരുന്ന 0 പോളിനോമിയല. 0 എന്ന് പറയുന്ന നമ്പർ ആണ് ഇവിടെ ഐഡന്റിറ്റി ആയിട്ട് വരിക. ഇവിടുത്തെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് 0 0 0 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഐഡന്റിറ്റി മെട്രിക്സ് വരിക. ഓക്കെ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ ഇതിനോട് റിലേറ്റ് ചെയ്ത് സബ്സ്പേസസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇനി ഇവിടെ ഒരു എസ് എന്ന് പറയുന്നൊരു നോൺ എംപ്റ്റി സെറ്റ് ഉണ്ട്. നമുക്ക് എസ് എന്ന് പറയുന്നൊരു നോൺ എംപ്റ്റി സെറ്റ് ഉണ്ട്. ഇനി എസ്സിൽ നിന്നും ഫീൽഡിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻസിന്റെ കളക്ഷൻ എടുത്തു. എസ്സിൽ നിന്നും ഫീൽഡിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിന്റെ കളക്ഷൻ എടുത്തു. ആ ഫംഗ്ഷൻസിന്റെ ഓപ്പറേഷൻ ഇങ്ങനെയാണ്. വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ 2 ഫംഗ്ഷൻസ് എടുത്തു, അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ f(s) + g(s) കിട്ടും. അതുപോലെ ആൽഫ എന്ന് പറയുന്നത് ഒരു സ്കെലാർ ആണ്, എഫിലെ എലമെന്റ് ആണ്. എഫിൽ നിന്ന് ആൽഫ × f ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ × f(s) കിട്ടും. ഇങ്ങനെയാണ് ഇതിന്റെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡീഷനും ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കളക്ഷൻ ഓഫ് ഓൾ ഫംഗ്ഷൻസ് ഫ്രം എ സെറ്റ് ടു ദ ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾവേസ് എ വെക്ടർ സ്പേസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻസിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസിന്റെ കളക്ഷൻ എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ പറയണ C ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ AB എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ AB to F. ഈ ഒരു കളക്ഷൻ ഉണ്ടല്ലോ, ഇതാണ് C ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ AB എന്ന് പറയുന്നത്. C ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ AB, സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, F is continuous. സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ ക്ലോസ്ഡ് ഇന്റർവൽ AB to F. ഇതൊക്കെ റിയലിന്റെ ടേംസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. എനിവേ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. C ഓഫ് AB, സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ AB to F എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വെക്ടർ സ്പേസ് ആണ്. സെറ്റ് ഓഫ് ഓൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ AB to R എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ്. സെറ്റ് ഓഫ് ഓൾ ഇന്റഗ്രബിൾ ഫംഗ്ഷൻ, സെറ്റ് ഓഫ് ഓൾ റീമാൻ ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ AB to R എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ഫംഗ്ഷൻസ്, ഇങ്ങനെ പറയാം നമുക്ക്. സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ AB. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം വെക്ടർ സ്പേസസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ലെറ്റ് A be an m/n matrix. Consider V equal to set of all x belongs to f power n ax equal to 0. That is solution space. Then V is a vector space. അതായത് A എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആണ്. A എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആണ്. മെട്രിക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? A എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആണ്.
ഇനി ഞാനൊരു ലീനിയർ സിസ്റ്റം ഉണ്ട് എൻ്റെ കയ്യിൽ, AX ഈക്വൽ ടു 0. ഈ A വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഒരു ലീനിയർ സിസ്റ്റം ഉണ്ട്. ആ ലീനിയർ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ആണല്ലോ എക്സുകൾ, അല്ലെ? എക്സുകൾ അതിന്റെ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ സൊല്യൂഷൻ സ്പേസ് ആണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇത് വായിക്കുന്നത് എങ്ങനെയാണ്, എക്സ് ബിലോങ്സ് ടു F പവർ n. അതായത് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ കോളം വെക്ടർ ആണ്, കോളം മെട്രിക്സ് ആണ്. ആ മെട്രിക്സ് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നതാണ് എക്സ് ബിലോങ്സ് ടു F പവർ n സച്ച് ദാറ്റ് AX ഈക്വൽ ടു 0. അതായത് ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ AX ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ ആണ് എഴുതിയിരിക്കുന്നത് എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു സൊല്യൂഷൻ സ്പേസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, AX ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണല്ലോ. ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻസിനെ സെറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വെക്ടർ സ്പേസ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, എക്സ് ബിലോങ്സ് ടു F പവർ n സച്ച് ദാറ്റ് AX ഈക്വൽ ടു B എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ ആണ് ഇതെന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ സ്പേസ്. പക്ഷെ ഇതെന്താവണമെന്നില്ല, ഇതൊരു വെക്ടർ സ്പേസ് ആവണമെന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ 0 വെക്ടർ വരിക എന്ന് വിചാരിക്കുക. നമുക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് വേണം, നമുക്ക് നമ്മളൊരു വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ ആര് വേണം, അഡിറ്റീവ് ഐഡന്റിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം ഇവിടെ ഞാൻ എക്സ് ഈക്വൽ ടു 0 എടുത്തിട്ട് ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. AX ഈക്വൽ ടു A ഇൻറ്റു 0 എന്ന് വിച്ച് ഇസ് ഈക്വൽ ടു 0 അല്ലേ കിട്ടുക. ഈ B എപ്പോഴും നോൺ ഹോമോജീനിയസിൽ 0 ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഈ 0 എലമെന്റ് എപ്പോഴും ഇതിന്റെ സൊല്യൂഷനായിട്ട് വരണമെന്നില്ല. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് സൊല്യൂഷനായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, AX ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എപ്പോഴും കൺസിസ്റ്റന്റ് ആണ്. കാരണം എന്താ, X ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ സിസ്റ്റം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എപ്പോഴും കൺസിസ്റ്റന്റ് ആണ് ഹോമോജീനിയസ് സിസ്റ്റം. X ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഓൾവേസ് എ സൊല്യൂഷൻ ആണ് ഇതിന്റെ, അല്ലെ. അപ്പൊ ഇതിൽ ആരുണ്ടാവും, എപ്പോഴും 0 എലമെന്റ് ഇതിലുണ്ടാവും. പക്ഷെ ഇതിൽ 0 എലമെന്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. 0 എലമെന്റ് ഇല്ലാത്ത ഒരാൾ എന്താവില്ല, വെക്ടർ സ്പേസ് ആവില്ല. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ സ്പേസ് ഒരു വെക്ടർ സ്പേസ് ആവണമെന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, കളക്ഷൻ ഓഫ് ഓൾ സിമെട്രിക് മെട്രിസസ് ഫോംസ് എ വെക്ടർ സ്പേസ്. നമ്മൾ ഈ സിമെട്രിക് മെട്രിസസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, A ഈക്വൽ ടു A ട്രാൻസ്പോസ് ആവുന്ന മെട്രിക്സ് അല്ലേ. ഈ സിമെട്രിക് മെട്രിസസിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അതൊരു വെക്ടർ സ്പേസ് ഫോം ചെയ്യും. സിമെട്രിക് മെട്രിക്സിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും എന്തായിരിക്കും, ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യും. നെക്സ്റ്റ്, കളക്ഷൻ ഓഫ് ഓൾ സ്ക്യൂ സിമെട്രിക് മെട്രിസസ് ഫോംസ് എ വെക്ടർ സ്പേസ്. എപ്പോഴും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാലും അത് എന്ത് ഫോം ചെയ്യും, വെക്ടർ സ്പേസ് ഫോം ചെയ്യും. ഓക്കെ, കളക്ഷൻ ഓഫ് ഓൾ സ്ക്യൂ സിമെട്രിക് മെട്രിസസ് ഫോംസ് എ വെക്ടർ സ്പേസ്. എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്? A ട്രാൻസ്പോസ് ഈക്വൽ ടു -A ആയിട്ടുള്ള എലമെന്റ്സ് അല്ലേ. ഓക്കെ, ഇനി കളക്ഷൻ ഓഫ് ഓൾ ഹെർമീഷ്യൻ മെട്രിസസ്. ഇതൊക്കെ എന്തിന് ഇൻക്ലൂഡ് ചെയ്തു എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് എക്സാമിന് ചോദിച്ചത് കാരണം ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. ഇപ്പൊ വെക്ടർ സ്പേസ് ആയത് ഏത്, വെക്ടർ സ്പേസ് ആവാത്തത് ഏതെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ കളക്ഷൻ ഓഫ് ഓൾ ഹെർമീഷ്യൻ മെട്രിസസ്. ഹെർമീഷ്യൻ മെട്രിസസ് ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. A സ്റ്റാർ ഈക്വൽ ടു A ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു ചെറിയ പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു A സ്റ്റാർ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, A ട്രാൻസ്പോസ് എടുത്ത് അതിന്റെ കോൺജുഗേറ്റ് എടുക്കുന്നതിനെയാണ് A ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പൊ കളക്ഷൻ ഓഫ് ഓൾ ഹെർമീഷ്യൻ മെട്രിസസ് നമ്മൾ രണ്ട് കേസിൽ നമ്മൾ പറയും. ഓവർ സിയിൽ പറയും, ഓവർ ആറിൽ പറയും. അതായത് രണ്ട് ഫീൽഡിൽ നമ്മൾ പറയുകയാണ്. അപ്പോൾ ഓവർ സിയിൽ എന്താ സംഭവിക്കുക, ഓവർ ആറിൽ എന്താ സംഭവിക്കുക നോക്കാം. ഓവർ ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഹെർമീഷ്യൻ മെട്രിസസ് ഓവർ ദ ഫീൽഡ് ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ ദ ഫീൽഡ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ A സ്റ്റാർ, അതായത് A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, അതിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോഴും ഇത് ഹെർമീഷ്യൻ തന്നെ ആവില്ലേ. 2 A സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ 2ന്റെ ട്രാൻസ്പോസ് എടുത്ത് കോൺജുഗേറ്റ് എടുക്കുക. 2ന്റെ കോൺജുഗേറ്റ് എടുത്ത് 2 തന്നെയാണ് കിട്ടുക. അത് 2A സ്റ്റാർ, ദാറ്റ് ഈസ് 2 ഇൻറ്റു A സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ.
നമുക്ക് എ എന്ന് പറയുന്ന ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഹെർമീഷ്യൻ മെട്രിക്സ് ആണെങ്കിൽ എ സ്റ്റാർ ഈക്വൽ ടു എ ആണ്. ഇതിന് ഞാനൊരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 എന്ന് പറയുന്ന ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് എവിടെ നിന്ന് ഞാൻ എടുത്തു? ഫസ്റ്റ് ആറിൽ നിന്ന് ഞാൻ എടുത്തു. അപ്പൊ 2 ഇൻറ്റു എ സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 സ്റ്റാർ ഇൻറ്റു എ സ്റ്റാർ എന്നാ കിട്ടുക. ഈ 2 സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന്റെ കോൺജുഗേറ്റ് എടുക്കുക എന്ന അർത്ഥം. അല്ലെങ്കിൽ നമുക്ക് അറിയാം 2 എ സ്റ്റാർ എങ്ങനെ പെർഫോം ചെയ്യും. ഈ ഒരു എ എന്ന് പറയുന്ന മെട്രിക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പെർഫോം ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് 2 എലമെന്റിനെ ഇങ്ങനെ ഇൻറ്റു ചെയ്തിട്ടില്ലേ പോവാ. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ എലമെന്റ് തന്നെയാണ് വരി. അപ്പൊ നമുക്കിതിനെ 2a എന്ന് തന്നെ എഴുതാൻ പറ്റും. കാരണം എ സ്റ്റാർ ഈസ് എ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെപ്പോഴും എന്തായിരിക്കും? സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന് മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കളക്ഷൻ ഓഫ് ഓൾ ഹെർമീഷ്യൻ മെട്രിസസ് ഓവർ ആർ ഇസ് എ വെക്ടർ സ്പേസ്. ഓവർ ആർ ഇസ് എ വെക്ടർ സ്പേസ്. ഇനി ഓവർ സിയിൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഓവർ സി, ഇനി ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഹെർമീഷ്യൻ മെട്രിക്സിന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാമല്ലേ, അല്ല നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഹെർമീഷ്യൻ മെട്രിക്സ് എടുത്തു കേട്ടോ. 1 0 0 1. ഇതൊരു ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്. നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനെ ഒരു ഐ എന്ന് പറയുന്ന സ്കെലാർ കൊണ്ട്, അതായത് സിയിലാണ്, അപ്പൊ ഐ എന്ന് പറയുന്ന സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? I 0 0 I. എന്നിട്ട് ഈ മെട്രിക്സിന്റെ, അതായത് ഈ മെട്രിക്സിന്റെ സ്റ്റാർ ഞാൻ എടുക്കുകയാണ്. സ്റ്റാർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കണം. അതായത് ഞാൻ ഈ മെട്രിക്സിന്റെ സ്റ്റാർ ഓപ്പറേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത ഈ മെട്രിക്സ് തന്നെ കിട്ടുകയാണെങ്കിൽ അതെന്താണ്? ഹെർമീഷ്യൻ ആണ്. ഞാൻ ഇതിന്റെ സ്റ്റാർ ഓപ്പറേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. പൈ 0 0 ഐന്റെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യം ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് കോൺജുഗേറ്റ് എടുക്കണം അല്ലെ. പൈ കോൺജുഗേറ്റ് 0 0 ഐ കോൺജുഗേറ്റ് എന്ന് വരും. എന്നിട്ട് ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. നിങ്ങൾ നോക്കുക, ഐയുടെ കോൺജുഗേറ്റ് എന്താണ്? -i. 0 0 -i. ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസ് എടുത്താലും ഇത് തന്നെ കിട്ടാം, കാരണം സിമെട്രിക് ആണത്. -i 0 0 -i. നിങ്ങൾ നോക്കുക, നമ്മൾ തുടങ്ങിയ മെട്രിക്സ് ഏതായിരുന്നു? സ്റ്റാർ എന്നാട്ടോ ഉദ്ദേശിച്ചത്. നമ്മൾ തുടങ്ങിയ മെട്രിക്സ് I0 0 ആയില്ല. പക്ഷെ നമുക്ക് എവിടെ അവസാനിച്ച? -i. ഇത് ഈ മെട്രിക്സ് തന്നെയാണോ? അല്ല. എ സ്റ്റാർ ഈക്വൽ ടു എ ആയിട്ട് കിട്ടുന്നില്ല. നമ്മളൊരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റാർ എടുക്കുമ്പോൾ ആ സ്കെലാർ എവിടെ നിന്ന് ചൂസ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് കിട്ടാതിരുന്നത്? സിയിൽ നിന്ന് ചൂസ് ചെയ്തതുകൊണ്ടാണ്, കോംപ്ലക്സ് നമ്പറിൽ നിന്ന് ചൂസ് ചെയ്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഹെർമീഷ്യൻ മെട്രിസസ് ഓവർ ദ ഫീൽഡ് സി ഈസ് നോട്ട് എ വെക്ടർ സ്പേസ്. ഹെർമീഷ്യൻ മെട്രിക്സ് ഓവർ ദ ഫീൽഡ് ആർ ഈസ് എ വെക്ടർ സ്പേസ്. ഓക്കെ. അപ്പോൾ ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വെക്ടർ സ്പേസിന് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് R, C, Q. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. ഓവർ ദ ഫീൽഡ് R, ഓവർ ദ ഫീൽഡ് ആറും എന്താണ്? വെക്ടർ സ്പേസ് ആണ്. ഓവർ ദ ഫീൽഡ് സിയും വെക്ടർ സ്പേസ് ആണ്. ഇവിടെ Q ഓവർ Q ആണ് വെക്ടർ സ്പേസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും ഡയമെൻഷനും ഇതൊക്കെ പറയുമ്പോൾ. ഓക്കെ. അപ്പോൾ കുറച്ച് ലെങ്തി ആണ്, കാരണം കൺസെപ്റ്റുകൾ കുറച്ചുകൂടെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒന്ന് പറയുക. അപ്പോൾ നിങ്ങളോട് എനിക്ക് വലിയ താങ്ക്സ് പറയാനുണ്ട്. കാരണം ഞാൻ ഇങ്ങനത്തെയുള്ള ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ വീഡിയോസ് ചെയ്തിടില്ലായിരുന്നു. ഞാൻ ഡിഗ്രി ക്ലാസ്സുകൾക്കുള്ള വീഡിയോസ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്, MSc ക്ലാസ്സുകൾക്കുള്ളതും. അപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്. അവരെനിക്ക് സെപ്പറേറ്റ് ക്ലാസ് എടുത്തരോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് ചെയ്തിട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുണ്ട്. എനിവേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എപ്പോഴും. അപ്പോൾ ഒരുപാട് താങ്ക്സ്. എനിക്ക് 50 വ്യൂ ആണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വ്യൂ ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളിത് കാണുന്നതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ സെറ്റിൻ്റെയും നെറ്റിൻ്റെയൊക്കെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഇതിലോട്ട് മെയിൽ ചെയ്താലും മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് മെയിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. കോൺടാക്ട് നമ്പർ ഞാൻ അടുത്ത ക്ലാസ്സിൽ തരാം. ഓക്കെ, താങ്ക് യു.